ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ആൾക്ക് വണ്ടി തട്ടി അങ്ങനെ മൊത്തം സീനായിട്ടിരിക്കുക. ആ വണ്ടി സൈഡ് കയറി വന്നതാണ്. അങ്ങനെ പുള്ളി മെഡിക്കൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ ഉള്ളൊരു ഫ്രണ്ടിന് ആക്സിഡൻറ്റ് പറ്റി. അപ്പം പിന്നെ ഇവിടെ ഹിമിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ മെഡിക്കലിൽ ആ ലോറിക്കാരൻ്റെ വണ്ടി തട്ടി സൈഡിൽ നിർത്തിയിരിക്കുകയായിരുന്നു. പുള്ളി നല്ല സ്പീഡിൽ വന്നു. അങ്ങനെ ഇവിടെ വന്നു. നമ്മൾ ഇവിടെ നിന്ന് ഡോക്ടറെ കണ്ടിട്ട്, ഡോക്ടറില്ല, ഡ്രസ്സൊക്കെ ചെയ്തു എന്നിട്ട് പോവുക. ഡെയിലി വന്ന് താമസിക്കാൻ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് ഇവിടെ കേരള ഹൗസ് ഉണ്ട്. അപ്പോൾ വലിയ റേറ്റ് ഒന്നുമില്ല, 300 രൂപയുള്ളൂ ഇവിടെ റേറ്റ് ഡോർമെട്രിക്ക്. പിന്നെ റൂംസ് ഉണ്ട് കപ്പിൾസിനാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് റൂമിന് ആണെന്നുണ്ടെങ്കിലും ഉണ്ട്. ആ സെറ്റഡേ ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിങ്. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിങ് ഇല്ലടേ, നിനക്കില്ല. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിങ് അതല്ലെന്ന് തോന്നുന്നു കമാൻഡ്. കേരള ഹൗസ് വണ്ടി കെട്ടി പിള്ളേര് അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ വീട് പറയും നല്ല രസം. അങ്ങനെ ഇവര് തൃശ്ശൂരിൽ നിന്നാണോ വന്നിരിക്കുന്നത്? അതൊന്നും സീനില്ല. ഇവരെല്ലാം ചാലക്കുടിയിൽ നിന്നാണ്. ചാലക്കുടിയല്ലേ നിങ്ങള്? അപ്പോൾ അങ്ങനെ ഇവിടെ കേരള ഹൗസിലെത്തിയപ്പോൾ നമ്മളെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിക്കാൻ പോവാം. അപ്പോൾ ഓക്കെ ബൈ. ഇവിടെ ഇതേപോലെ ഒരു സർബത്ത് പോലത്തെ ഒരു വെള്ളം കൊടുക്കുന്നത് കൈ കാണിച്ച് നിർത്തി അങ്ങനെ എനിക്കും തന്നു. സംഭവം അവരുടെ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. കൊള്ളായിരുന്നു ഈ ചൂടത്തെ സിക്കാറിന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലഡാക്കിലെ മെയിൻ മാർക്കറ്റിലാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള അവിടെ ആട് നോക്കുന്നു. ഇതാണ് കംപ്ലീറ്റ് ഉടുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുറത്തെ കാഴ്ച കാണിച്ചിരാം. അമർനാഥിൻ്റെ സീസൺ നടക്കുന്നതുകൊണ്ട് ഞാൻ പുറത്തെ കാഴ്ച. അങ്ങനെ ഞാൻ ലേന്ന് ഇവിടെ സോനാമാർഗിലെത്തി. അങ്ങനെ ഞാനിവിടെ പെട്ടുപോയി. എന്നെ പോലീസ് ഫ്രണ്ടിലോട്ടൊന്നും വിട്ടില്ല. അവർ പറഞ്ഞിന്ന് ശ്രീനഗർ പോകണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്യും, എന്നിട്ട് നാളെ പോകാൻ. ഇവിടെ ഒരു ടെൻ്റ് എടുത്ത് ഞാൻ. ടെൻറ്റിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടെൻറ്റിൻ്റെ അവസ്ഥ. കണ്ടില്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ 200 രൂപയ്ക്ക് അറിഞ്ഞെടുത്ത്
പുറത്തെ കാഴ്ച കാണിച്ചാൽ ഇപ്പോൾ അമർനാഥിൻ്റെ സീസൺ നടക്കണുണ്ടേ. അപ്പം ഇതൊക്കെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, കാണിച്ചു തരാം പുറത്തെ കാഴ്ച. പൂട്ടി ഇപ്പം ഞാൻ റൂമ് ഇത് ടെൻ്റല്ലേ എടുത്തത്. ടെൻ്റ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരുത്ത വന്നിട്ട് ബൈക്കിന് പാർക്കിംഗ് ഫീ വേണം. ബൈക്കിൻ്റെ പാർക്കിംഗ് ഫീ എത്രയായിരുന്നു കാണിച്ചത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞു ടെൻറ്റിന് പൈസ 200 കൊടുത്തു, പിന്നെ ഇനി എങ്ങനെ ഇത് ശരിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ബൈക്ക് പാർക്കിംഗ് ഫീസ് ആയി ഇതൊരു കേസായ ഇത് പോലീസുകാർ ഇവരെല്ലാവരും കൂടെ ടൈപ്പാണോ എന്തോ ഇതൊക്കെ. പുള്ളി എൻ്റെ അടുത്ത് ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അയച്ചത്. പിന്നെ നമുക്കിതെന്ന് പറഞ്ഞാൽ ഇത് അമർനാഥ് അങ്ങോട്ട് പോകാനുള്ളൊരു പാക്കിങ് കിട്ടിയില്ല അമർനാഥിലോട്ട്. അതിന് വേറെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ എടുക്കണം. കുഴപ്പമില്ല, ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക ഇപ്പോൾ ഇവിടെ വരുമ്പോൾ. ശരി. അതാണ് ഞാൻ താമസിക്കുന്ന ടെൻറ്റ്. ബൈക്ക് ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബൈക്ക് സേഫ് ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ആ സേഫ് ആയിരിക്കും സാറെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഫുൾ പട്ടാളക്കാരുടെ പ്രൊട്ടക്ഷനിലായതുകൊണ്ട് പിന്നെ വേറെ സീനില്ല. പിന്നെ ഇവിടെ പേടി വേറൊന്നുമില്ല, മോഷണമുണ്ട്, നല്ല രീതിയിൽ മോഷണമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ബാഗ് ഞാനിവിടെ വച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ഉറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും ദൈവത്തിന് മാത്രം അറിയാം. കാര്യം ഇത്ര സാധനങ്ങളും വെച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, അതാ സീൻ. നോക്കാം, ഈ കാഴ്ചകളും ഈ ഭംഗിയും കണ്ട് ആസ്വദിച്ചിരിക്കുക. ഇവിടെ ഇപ്പോൾ മണി 7:30 രാത്രി. ഇവിടെ ഇരുട്ടാൻ എന്തായിരുന്നാലും ഒരു 8 മണി 8:30 ആവും. ഇത് അമർനാഥിൻ്റെ യാത്ര നടക്കണതിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ ഭോജനാലയം. ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ അങ്ങോട്ട് പോകണം. ഒന്നും പറയണ്ട, ഞാൻ ഇപ്പോൾ ടെൻറ്റിലാണ്. ഇന്നലെ ഞാൻ കാണിച്ചു. പിന്നെ ഉറങ്ങി, പക്ഷേ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കണമുണ്ട് ഉറക്കം അധികം വന്നില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരും, സാധനങ്ങൾ ചെക്ക് ചെയ്യും, കിടക്കും. പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ടെൻറ്റ് തുറന്നു രാവിലെ ഇങ്ങനെ തുറന്ന് മല ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അതാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിൽക്കുന്നത് അമർനാഥ് യാത്രയുടെ ഇവിടെ ഭോജനാലയമുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 8 മണിക്ക് സ്റ്റാർട്ടാവും. ഇപ്പോൾ കണ്ടില്ലേ 8 മണിയാവും. सज रहे अरे हाँ हाँ सज रहे रे, सज रहे भोले बाबा। പുറത്ത് കാഴ്ച കാണിച്ചു തരാം. ഉണ്ടല്ലേ ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഹെലിപ്പാഡാണ് അടുത്ത്. കണ്ടില്ലേ ഹെലികോപ്റ്റർ ഇവിടെ താഴെ വന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നില്ല, അവിടെയാണ് ഹെലിപ്പാഡ് വരുന്നത്.
സോനാമാർഗിൽ നിന്ന് കുറച്ച് ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ്. പ്രോപ്പർ സോനാമാർഗി തന്നെയാണ്. ഞാൻ ആ താമസിക്കുന്ന ടെൻറ്റിൽ ഇപ്പം വിട്ടു മാറി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയുണ്ട്. ഒരു രക്ഷയില്ല. ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അന്നേരമാണ് ഐസ് അത്രയും സേഫായിട്ടിരിക്കുന്നുണ്ടോ.